ആഫ്രിക്ക മുതൽ ചൈന വരെയുള്ള രാജ്യങ്ങളിലെ മുസ്ലിം സമൂഹങ്ങൾ നൂറ്റാണ്ടുകളോളം മറ്റു മതസ്ഥരുമായി ഇടപഴകി ജീവിച്ചതിന്റെ ശേഷിപ്പുകളാണ് ഷാർജയിൽ നടക്കുന്ന പ്രദർശനമേളയിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞേക്കാമെന്നർത്ഥം വരുന്ന ലിതആറഫു എന്ന ഖുർആൻ വചനം തലക്കെട്ടാക്കിക്കൊണ്ടാണ് പ്രദർശനം നടക്കുന്നത്. ചരിത്ര ഗവേഷകൻ കൂടിയായ ഷാർജ ഭരണാധികാരി ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി മുൻകൈയെടുത്താണ് പ്രദർശനമേള നടത്തുന്നത്. അദ്ദേഹത്തിന്റെ വത്തിക്കാൻ പ്രതിനിധിയുടെയും സാന്നിധ്യത്തിലായിരുന്നു പ്രദർശനം ആരംഭിച്ചത്. പ്രമുഖ മതപണ്ഡിതൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും പ്രദർശനം സന്ദർശിക്കുവാൻ എത്തിയിരുന്നു. 1900-ൽ ഇന്തോനേഷ്യയിൽ പുറത്തിറങ്ങിയ ചെറിയ ഖുർആനിന്റെ പതിപ്പാണിത്. ഇതുപോലെ ആഫ്രിക്ക മുതൽ ചൈന വരെയുള്ള മുസ്ലിം സമൂഹങ്ങളുടെ 13-ാം നൂറ്റാണ്ട് മുതലുള്ള പല വസ്തുക്കളും വത്തിക്കാൻ മ്യൂസിയത്തിൽ നിന്ന് ഷാർജയിൽ എത്തിച്ചിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരനുഭവമാണ് മേളയിലെ കാഴ്ചകളെന്ന് സന്ദർശകർ പറയുന്നു. As far as I can see it or read it, it highlights an angle of interfaith collaboration, interfaith dialogue, and it's good to see these things happening, particularly when it coincides with Sharjah being chosen as the Islamic culture capital. 1925 ശേഷം ആദ്യമായാണ് വത്തിക്കാൻ മ്യൂസിയത്തിലെ മുസ്ലിം ചരിത്ര ശേഷിപ്പുകൾ മറ്റൊരിടത്ത് പ്രദർശനത്തിന് എത്തുന്നത്. ജൂൺ 14 വരെ പ്രദർശനം തുടരും. ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന കാലത്തിന്റെ ഒരുപാട് കരുതിവെപ്പുകളാണ് സന്ദർശകനെ ഈ പ്രദർശനമേളയിൽ കാത്തിരിക്കുന്നത്. സുഹൈലിനൊപ്പം ഷാർജയിൽ നിന്നും ഹാരിസ് അരിക്കുളം, മീഡിയ 1.